നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഒരാഴ്ചയായി കേരളീയ പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന വിഷയം ഹിജാബുമായി ബന്ധപ്പെട്ടാണ്. സ്കൂളുകളിൽ ഹിജാബുകൾ അനുവദിക്കണമോ വേണ്ടയോ എന്നത് സംബന്ധിച്ചാണ് വിഷയം. സെന്റ് റീത്താസ് സ്കൂളിനെതിരെ വലിയ ആരോപണങ്ങൾ ഉയരുന്നു. അവിടെ 140ഓളം കുട്ടികൾ പഠിക്കുമ്പോൾ ഒരു കുട്ടിക്ക് മാത്രം അവിടെ ഹിജാബ് ധരിച്ചുകൊണ്ട് എത്തണമെന്ന് പറയുന്നു. ഏതാണ്ട് 3 സ്കൂളോളം മാറിയ ഒരു കുട്ടിയാണ് അവിടെ എത്തിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുജാഹിദിന്റെ സ്കൂളിലും പിന്നീട് SNDPയുടെ സ്കൂളിലും അടക്കം പഠിച്ചിരുന്ന പെൺകുട്ടി ഈ സ്കൂളിലേക്ക് എത്തുകയും ഇത്രയും ദിവസം ഹിജാബുമായി ബന്ധപ്പെട്ട് പ്രശ്നമുണ്ടാക്കാതിരിക്കുകയും ജൂണിലെത്തിയ പെൺകുട്ടി ഈ സമയത്ത് മാത്രം ഒക്ടോബറിൽ ഒരു പുതിയ പ്രശ്നവുമായി വരികയും ഹിജാബ് വേണം എന്ന് വാശി പിടിക്കുകയും ചെയ്യുന്നു. മാതാപിതാക്കളും ഹിജാബിന് വേണ്ടി നിലകൊള്ളുന്നു. പിന്നീട് പല സംഘടനകളും അവിടേക്ക് എത്തുന്നു. ആ സംഘടനകളുടെ അവിടെയുള്ള വരവ് അത് വലിയ പ്രശ്നമായി മാറുന്നു, സമൂഹത്തിൽ ചർച്ചയാവുന്നു. ഹൈക്കോടതിയിൽ വരെ എത്തിയ വിഷയം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ പരിഹാര ഘട്ടത്തിലേക്ക് നീങ്ങുന്നുവെന്ന് തോന്നുമ്പോൾ മന്ത്രിയുടെ ഇടപെടലുണ്ടാകുന്നു. മന്ത്രി അനാവശ്യ വിവാദമുണ്ടാക്കാനായി ഇതിൽ കയറി ഇടപെടുന്നു. മതേതരനെന്ന് കാണിക്കാനും വരുന്ന തെരഞ്ഞെടുപ്പിൽ വിജയം നേടാനും ചില ആസൂത്രിത ലക്ഷ്യങ്ങളുമായി മന്ത്രി രംഗത്ത് വന്നതോടെ വീണ്ടും ഈ വിഷയത്തിൽ ചർച്ചകൾ കനക്കുകയാണ്. പരിഹാരം ഉണ്ടാകേണ്ടിയിരുന്ന ഒരു വിഷയത്തിൽ അവിടെ കുളം കലക്കാനായി മന്ത്രി ഇറങ്ങി പുറപ്പെട്ടത് എല്ലാവരെയും ആശ്ചര്യത്തിലാക്കി. വീണ്ടും കോടതിയിലേക്ക് എത്തുമ്പോൾ വരുന്ന ആഴ്ചയിൽ മാത്രമേ അതിനൊരു തീരുമാനമുണ്ടാവുകയുള്ളൂ. വീണ്ടും ഈ വിഷയം കോടതിയിലെത്തിയതോടെ വലിയ രീതിയിലുള്ള ചർച്ച സമൂഹത്തിൽ നടക്കുന്നു. യൂണിഫോം എന്ന ആശയം തന്നെ ഉണ്ടായത് കുട്ടികളെ ഒന്നായി കാണണം, കുട്ടികൾക്ക് വലിപ്പ ചെറുപ്പങ്ങൾ തോന്നരുത്, മറ്റു മതങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങൾ തോന്നരുത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. സ്കൂളിൽ യൂണിഫോമിന്റെ കാര്യം പറയുമ്പോൾ സിസ്റ്ററിന്റെ ശിരോവസ്ത്രം അടക്കം ചൂണ്ടിക്കാട്ടി അവരെ ആക്ഷേപിക്കാനുള്ള ശ്രമം നടത്തുന്നു. സാധാരണഗതിയിൽ എല്ലാ സ്കൂളുകളിലും ഇന്ന് വരെ ചരിത്രത്തിലെവിടെയും അധ്യാപകർക്ക് യൂണിഫോം ഇല്ല, കുട്ടികൾക്ക് മാത്രമേ യൂണിഫോം ഉള്ളൂ. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ നമ്മൾ ലോജിക്കലല്ലാത്ത പല കാര്യങ്ങളും പലരും പറയുന്നുണ്ട്. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഗ്രേഡ് അനുസരിച്ച് ഓരോ പോലീസുകാരനും SIക്കും DYSPക്കും ഓരോരുത്തർക്കും സ്റ്റാറും അതുപോലെ തന്നെ അവരുടെ വേഷവിധാനങ്ങളിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇനി കോടതിയിലെത്തിയാൽ അഭിഭാഷകർക്ക് കോട്ടും ഗൗണും ഒക്കെ ഉണ്ട്, അതുപോലെ തന്നെ ജഡ്ജിക്കുമുണ്ട്. എന്നാൽ അവിടെ എത്തുന്ന മറ്റുള്ളവർക്ക് അത് ബാധകമാണോ? KSRTC ബസ്സിൽ കയറിയാൽ KSRTC ബസ്സിലെ ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഒക്കെ യൂണിഫോം ഉണ്ട്, എല്ലാ ഡ്രൈവർമാർക്കും യൂണിഫോം ഉണ്ട്. അപ്പോൾ തീർച്ചയായും യൂണിഫോം ഡ്രൈവർക്കുള്ളത് കൊണ്ട് അവിടെ പോകുന്ന എല്ലാവർക്കും യൂണിഫോം നിർബന്ധമാണോ? ചില സ്ഥലങ്ങളിൽ അവരെ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് യൂണിഫോം സംവിധാനം ഉള്ളത് തന്നെ. അപ്പോൾ സ്കൂളുകളിലെ യൂണിഫോം സംവിധാനം തുല്യത എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ സന്യസ്തം സ്വീകരിച്ച ഒരു സിസ്റ്റർ അവരുടെ ശിരോവസ്ത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ ജീവിതത്തിൽ എല്ലാം ഉപേക്ഷിച്ച് സന്യാസം എന്ന തലത്തിലേക്ക് വന്ന ശേഷം അവർ അധ്യാപികയായി പഠിപ്പിക്കാൻ, അതായത് അവരുടെ കോൺവെന്റ് അടക്കം ഇത്തരത്തിലുള്ള കന്യാസ്ത്രീകളെ ജോലിക്ക് വിടാൻ അവരുടെ നിർദ്ദേശമനുസരിച്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ളവരെ നിർദ്ദേശമനുസരിച്ച് സർവീസ് എന്ന രീതിയിൽ തന്നെയാണ് അവരെ അവിടേക്ക് അയക്കുന്നത്. അപ്പോൾ അങ്ങനെ എത്തുന്ന കന്യാസ്ത്രീകളുടെ ശിരോവസ്ത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കുട്ടികൾക്ക് എന്തുകൊണ്ട് ശിരോവസ്ത്രം ധരിച്ചുകൂടാ എന്ന് ചോദിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ഗവൺമെൻറ് സ്കൂളുകളിലോ അങ്ങനെയുള്ള സംവിധാനങ്ങളിലോ അവിടെയുള്ളവർക്ക് എന്തും പറയാം, കാരണം അവിടെ നിന്നൊരു കുട്ടി മിസ്സിംഗ് ആയാൽ ആരും ചോദിക്കാനും പറയാനുമില്ല. എന്നാൽ ഒരു പ്രൈവറ്റ് സ്കൂളിൽ നിന്ന് ഏതെങ്കിലും ഒരു കുട്ടിയെ കാണാതാവുകയോ ഒരു കുട്ടി ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്താൽ പ്രൈവറ്റ് സ്കൂളുകാരെ മാത്രമേ അവർ ചോദ്യം ചെയ്യുകയുള്ളൂ. അപ്പോൾ തീർച്ചയായും അതുകൊണ്ട് തന്നെ ചില അച്ചടക്കങ്ങൾ സ്കൂളുകളിൽ പാലിക്കേണ്ടതുണ്ട്. വളരെ കൃത്യമായി കുറച്ചുകൂടി അച്ചടക്കത്തോടെയാകും പ്രൈവറ്റ് സ്കൂളുകൾ പ്രവർത്തിക്കുക. CBSE സ്കൂളുകളാണെങ്കിൽ അതിലും അല്പം കൂടി കടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വിഷയങ്ങളെ ചോദ്യം ചെയ്യുന്നത് ശരിയല്ല എന്ന് കേരളീയ പൊതുസമൂഹത്തിനറിയാം. പക്ഷേ നമുക്കറിയാം ഇത്തരത്തിൽ മതേതരത്വം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി അത്തരം ചില കാട്ടിക്കൂട്ടലുകൾ നടത്തുന്നവരാണ് ഇതിൻ്റെ പിന്നിലെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആ കന്യാസ്ത്രീ അവിടെ വന്ന് സംസാരിക്കുമ്പോൾ അവർ ചിരിച്ചു എന്നതാണ് മറ്റൊരു കുറ്റം. അവർ ചിരിച്ചില്ലായിരുന്നെങ്കിൽ അത് വലിയൊരു കുറ്റമായേനെ. അവർ ചിരിച്ചത് അവർ സന്യാസിനിയാണ്. നമുക്കറിയാം യഥാർത്ഥ സന്യാസിനികൾ ഒരാളോടും വൈരാഗ്യമില്ലാതെ വളരെ തന്മയത്വത്തോടുകൂടി വളരെ സന്തോഷത്തോടുകൂടി അവരുടെ മാനസിക സന്തോഷം നമുക്ക് ഉള്ളിൽ കാണാൻ കഴിയും, അവരുടെ മുഖത്ത് കാണാൻ കഴിയും. അവർ മാധ്യമപ്രവർത്തകരെ അഭിമുഖീകരിച്ചപ്പോൾ ആരോടും വിദ്വേഷമില്ല എന്ന് തോന്നുന്ന തരത്തിൽ, അല്ലെങ്കിൽ അവരെ കണ്ടാൽ തന്നെ അറിയാം അവർക്ക് ആരോടും വിദ്വേഷമില്ല, അത്തരത്തിൽ ചിരിച്ചു പോയതിനെ ഏത് രീതിയിലാണ് കൊലച്ചിരിയാണെന്ന് പോലെ അത്തരത്തിൽ ആക്ഷേപിക്കുന്നവരുണ്ട്. പക്ഷേ എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? മതേതരത്വത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഏതൊക്കെ തരത്തിലാണ് കേരളീയ സമൂഹം ജനങ്ങളെ മുതലെടുപ്പ് നടത്തുന്നതെന്ന് നമ്മൾ അറിയേണ്ടതാണ്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും കഴിഞ്ഞ കുറേയായി തലപൊക്കുന്നുണ്ട്.
നമുക്കറിയാം കർണാടകത്തിലും മറ്റും ഹിജാബിന്റെ പേരിൽ നടന്ന വലിയ സമരങ്ങൾ നമ്മൾ കണ്ടതാണ്. അത് കോടതിയിൽ നിന്ന് വിധി പോലും ആയിട്ടില്ല. വീണ്ടും നടക്കുകയാണ് ഹിജാബ് വേണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട്. ഇവിടെ ജനറൽ ന്യൂട്രൽ യൂണിഫോം എന്ന ആശയം സർക്കാർ തന്നെ മുന്നോട്ട് വെച്ചപ്പോൾ എന്തായിരുന്നു ഇവിടുത്തെ പുകിലെന്ന് നാം ചിന്തിക്കേണ്ടതാണ്. ഇനി സുംബ ഡാൻസ് സ്കൂളുകളിൽ നടത്തണമെന്ന് പറഞ്ഞപ്പോൾ അതിലും ഇടപെട്ടു ഈ മതേതരത്വം നടിക്കുന്ന മതവാദികൾ. നമുക്കറിയാം ഇവിടെ നിസ്കാരമുറി തൊടുപുഴയിലെ കോളേജുമായി ബന്ധപ്പെട്ട് നടന്ന പ്രശ്നം. തൊട്ടടുത്ത് മുസ്ലിം പള്ളി ഉള്ളപ്പോൾ സ്കൂളിൽ തന്നെ കോളേജിൽ തന്നെ നിസ്കാരമുറി വേണമെന്ന് വാദിക്കുന്ന മറ്റൊരു കൂട്ടർ. സ്കൂളുകളിൽ പോകുന്നത് മതം പ്രചരിപ്പിക്കാനാണോ വിദ്യാഭ്യാസത്തിനാണോ എന്ന ചോദ്യം അവിടെയും ബാക്കിയാവുകയാണ്. ഇനി മകൻക്കും മകനുമൊക്കെ തുല്യ അവകാശം വേണമെന്ന കുടുംബശ്രീ പ്രതിജ്ഞ ചൊല്ലിയാൽ ആ പ്രതിജ്ഞയ്ക്കെതിരെ രംഗത്ത് വരും. കാലുതൊട്ട് മുതിർന്നവരെ വന്ദിച്ചാൽ അതിനുമെതിരെ പ്രതികരിക്കാൻ ഒരു കൂട്ടർ രംഗത്തെത്തും. രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഒരേ അവകാശം വേണമെന്ന് വാദിച്ചാൽ തീർച്ചയായും അതിനും ഈ മതേതരവാദികൾ എന്ന് പറയപ്പെടുന്ന മതവാദികൾ രംഗത്തുണ്ടാവും. മതേതരവാദികൾ എന്ന് പറയുന്ന മതവാദികളെക്കാൾ അപകടകരമാണ് ഇടതു ചിന്താഗതിക്കാരായ ഇടത് ജന്മങ്ങളെന്നേ പറയേണ്ടതുള്ളൂ. നമുക്കറിയാം മതേതരത്വമാണ് അവർ പറയുന്നത് എന്നാണ് സങ്കല്പം. പക്ഷേ അവരുടെ മതേതരത്വം ഇടതു മതേതരത്വമാണ്. യഥാർത്ഥ മതേതരത്വം ഹിന്ദുവിന് മാത്രമാണ് മതേതരരായിരിക്കാൻ കഴിയുക എന്നതാണ് സത്യം. അതുകൊണ്ടാണ് ഈ ഹിന്ദു ഭൂരിപക്ഷമായ രാജ്യത്തെല്ലാം ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നത്. നേരെ മറിച്ച് മറ്റ് മതവിഭാഗങ്ങൾ ഭൂരിപക്ഷമായ ഏതെങ്കിലും രാജ്യത്ത് ഹിന്ദുവിന് സ്വസ്ഥവും സമാധാനവുമായി ജീവിക്കാൻ കഴിയുമോ? അത്തരത്തിൽ ജീവിക്കാൻ കഴിയില്ല എന്ന് നമ്മുടെ മുന്നിൽ പലവട്ടവും തെളിയിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. ഇപ്പോഴും നമ്മളുടെ സുരക്ഷ ഉയർത്തിക്കാട്ടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ വർഗീയവാദികൾ എന്ന് വിളിച്ച് ആക്ഷേപിക്കുകയാണ് ചില ആൾക്കാർ ചെയ്യുന്നത്. നമുക്കറിയാം ഇനി തോന്നും പോലെ കല്യാണം കഴിച്ച് തോന്നും പോലെ സ്ത്രീകളെ ഉപേക്ഷിക്കാനുള്ള അത്തരത്തിലുള്ള അവകാശങ്ങൾക്ക് മേലെ കടിഞ്ഞാണിട്ടപ്പോൾ പോലും ആൾക്കാർ ഓടിക്കൂടി പ്രശ്നമുണ്ടാക്കി. മതേതരൻ എന്ന് പറയുന്ന മതവാദികൾ നമുക്ക് മുൻപിൽ വലിയ പ്രതിരോധമാണ് അന്ന് സൃഷ്ടിച്ചത്. പക്ഷേ കുറച്ച് സ്ത്രീകളെങ്കിലും മുസ്ലിം സ്ത്രീകളെങ്കിലും അത് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി ഒരു യൂണിഫോം സിവിൽ കോഡിന്റെ ആവശ്യകതയിലേക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വഴി തുറക്കപ്പെടുന്നത്. യൂണിഫോം സിവിൽ കോഡ് അനിവാര്യം തന്നെയാണ്. കാരണം ഇത്തരത്തിലുള്ള മതവാദികളെയും ഇടതു മതേതര കപട മതേതരവാദികളെയും അവർ രാഷ്ട്രീയത്തിന് വേണ്ടി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി രാജ്യത്തെ ഒറ്റിക്കൊടുക്കാൻ മടിയില്ലാത്ത ഇടതു മതേതരവാദികൾ എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ഭാവിക്കുന്ന ഇവരാണ് സമൂഹത്തിലെ ഏറ്റവും വലിയ ശാപമായി ഇന്ന് നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ആർജവത്തോടെ പ്രതികരിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. സ്കൂളുകളിൽ മതം പഠിക്കാനല്ല, സ്കൂളുകളിൽ അക്കാഡമിക്കായ കാര്യങ്ങൾ പഠിക്കാൻ വരുമ്പോൾ മനസ്സിന് വിശാലത ഉണ്ടാകേണ്ട അവസരങ്ങളിൽ അവിടെ മതം മാത്രം ഭക്ഷിച്ചു കഴിയുന്നവർ അത്തരത്തിലുള്ള നീക്കങ്ങളുമായി വന്നാൽ അതിനെ പരാജയപ്പെടുത്തുക തന്നെ വേണം. അത്തരത്തിൽ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് ഇനിയുള്ള ജനങ്ങളുടെ ദൗത്യം. അതിന് ഈ സ്കൂളെന്നല്ല ഏത് സ്കൂളുമായി ബന്ധപ്പെട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുമിച്ച് നിൽക്കുക എന്ന ഉത്തരവാദിത്വം നാം ഏവരും ഏറ്റെടുക്കേണ്ടതുണ്ട്. ഇടതു മതേതരവാദികളുടെ ഇത്തരത്തിലുള്ള കപട മതേതരവാദത്തെ തുറന്നു കാട്ടുക തന്നെ വേണം. അത്തരത്തിലുള്ള വാദങ്ങൾ തുറന്നു കാട്ടിയെങ്കിൽ മാത്രമേ ഇടതു മതേതരവാദികളുടെ കള്ളത്തരം ജനങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ.